ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL ഇങ്ങനെ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പുതിയ താരങ്ങൾ IPL ഉദയം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ IPL ഏറ്റവും വലിയ പ്രത്യേകത. നല്ല കുറേ താരങ്ങളെ ഈ വർഷത്തെ IPL പുതിയതായിട്ട് കാണാനായിട്ട് പറ്റി എന്നുള്ളതാണ്. IPL തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളൂ. അപ്പോൾ തന്നെ ഒരുപാട് പുതുമുഖ താരങ്ങൾ IPL നല്ല പെർഫോമൻസുകൾ, അത് ഇന്ത്യൻ താരങ്ങളാണ് എന്നുള്ളത് കൂടുതൽ സന്തോഷം തരുന്നൊരു കാഴ്ചയാണ്. ഏതായാലും IPL ഒപ്പം തന്നെ ചില വിവാദങ്ങളും തലപൊക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കോച്ചായിട്ടുള്ള ചന്ദ്രകാന്ത് പണ്ഡിറ്റിനെ പറ്റിയിട്ടാണ്. ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഡൊമസ്റ്റിക് കോച്ചുമാരിൽ ഒരാളാണ്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ദ്രോണാചാര്യൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് തൊട്ടാലും അതൊരു വലിയ ഒരു വിജയമായി മാറുന്ന, മിഡാസ് ടച്ച് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കോച്ചാണ് അദ്ദേഹം. ഏത് ടീമിനെ കോച്ച് ചെയ്താലും ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ അതൊരു വലിയ വിജയമായി മാറാറുണ്ട്. കഴിഞ്ഞ വർഷം കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ കോച്ചായിട്ട് അവരോധിക്കുകയായിരുന്നു. അതായത് 2023 IPL സീസണിലാണ് ആദ്യമായിട്ട് അദ്ദേഹം ഒരു IPL ടീമിനെ കോച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ ഒരുപാട് വിവാദങ്ങളിലേക്കും ചന്ദ്രകാന്ത് പണ്ഡിറ്റിന്റെ പേര് വലിച്ചിഴക്കപ്പെട്ടു. ഇത് രണ്ടാമത്തെ വർഷമാണ് അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കൂടെയുള്ളത്. ഏതായാലും അദ്ദേഹത്തിനെ പറ്റിയുള്ള ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയുടെ മുൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഡേവിഡ് വീസ പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ വർഷം കൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്നു. 2-3 മാച്ചുകളിൽ അദ്ദേഹത്തിന് ടീമിൽ കളിക്കാനും സാധിച്ചു. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഡേവിഡ് വീസ പറഞ്ഞത്, ഈ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മിലിറ്റന്റ് ടൈപ്പ് ആയിട്ടുള്ള കോച്ചാണ്. അതായത് ഒരു പട്ടാള ചിട്ട, താരങ്ങളെ ഒരു പട്ടാള ചിട്ടയിലൂടെ മുന്നോട്ട് നയിക്കുന്ന, അല്ലെങ്കിൽ അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കോച്ചാണ് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ച. അത് അദ്ദേഹത്തിന് പ്രശ്നമില്ല. പക്ഷെ ടീമിലുണ്ടായിരുന്ന പല ഓവർസീസ് താരങ്ങളും, ഫോറിൻ പ്ലേയേഴ്സും അതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിൽ അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഡേവിഡ് വീസ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ചില കാര്യങ്ങൾ ലോകത്ത് മുഴുവൻ നടക്കുന്ന IPL പോലെയുള്ള ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിൽ കളിക്കുന്ന ഈ ഓവർസീസ് താരങ്ങളെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും അല്ലെങ്കിൽ എന്ത് ഡ്രസ്സ് ധരിക്കണമെന്നും ഒരു കോച്ച് പറയേണ്ട കാര്യമില്ല. അതാണ് ഓവർസീസ് താരങ്ങളെയെല്ലാം പ്രധാനമായിട്ടും പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഷ്യം. അതിനെതിരെ അന്ന് തന്നെ, അല്ലെങ്കിൽ അപ്പോൾ തന്നെ അവരുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ ആയിട്ടുള്ള ആൻഡ്രേ റസൽ, വെസ്റ്റ് ഇന്ത്യൻ താരമാണ്, അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. ഓരോ കോച്ചിനും ഓരോ രീതികളായിരിക്കും, അവർ ട്രെയിൻ ചെയ്യുന്നത് പല വിധത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ടീമിന്റെ ഭാഗമായാൽ ആ ടീമിലെ കോച്ച് പറയുന്നത് എന്തോ അത് അനുസരിക്കാനായിട്ട് എല്ലാ താരങ്ങളും ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു ഭാഷ്യമാണ് ആൻഡ്രേ റസൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തത്. മറ്റു പല താരങ്ങളും അവരുടെ ടീമിലുണ്ട്. ആരാണ് ഇങ്ങനെയുള്ള ഒരു ഓവർസീസ് താരങ്ങൾ, ആരാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാത്തത് എന്നുള്ളത് ഡേവിഡ് വീസ പറഞ്ഞിട്ടുമില്ല. ഏതായാലും മറ്റൊരു വിവാദം അദ്ദേഹത്തിനെ പറ്റി ഉണ്ടായത്, അശുതോഷ് ശർമ്മ എന്ന് പറയുന്ന പഞ്ചാബ് കിങ്സിന്റെ താരം. അദ്ദേഹം മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു താരമാണ്. മധ്യപ്രദേശിന്റെ കോച്ചാണ് ചന്ദ്രകാന്ത് പണ്ഡിറ്റ്. അപ്പൊ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് മധ്യപ്രദേശിന്റെ കോച്ചായിരുന്ന സമയത്ത് തനിക്ക് കളിക്കാനായിട്ടുള്ള അവസരങ്ങൾ തന്നില്ല എന്നുള്ളതായിരുന്നു അശുതോഷ് ശർമ്മയുടെ വിവാദമായ പരാമർശം. അദ്ദേഹം ഈ ലാസ്റ്റ് 2 മാച്ചുകളായിട്ട് പഞ്ചാബ് കിങ്സിന് വേണ്ടി വലിയ പ്രകടനങ്ങൾ, ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരം കൂടിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ മധ്യപ്രദേശ് ടീമിൽ എടുത്തില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് റെയിൽവേസിന് വേണ്ടിയാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അശുതോഷ് ശർമ്മ പറഞ്ഞത്. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നുള്ള നാരായൺ ജഗദീശൻ എന്ന് പറയുന്ന താരമാണ്. അദ്ദേഹം പറഞ്ഞത്, കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ ഒരു പ്രാക്ടീസിന്റെ ഒരു ദിവസം വരുൺ ചക്രവർത്തി, അതായത് ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ ഒരു ഹാഫ് സ്ലീവ് ടീഷർട്ട് ഇട്ടുകൊണ്ട് വരണം എന്നാണ് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് ടീം അംഗങ്ങളോട് പറഞ്ഞത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വരുൺ ചക്രവർത്തി ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ള, അതായത് ഫുൾ കൈ ആയിട്ടുള്ള ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് അന്ന് വന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം ഇത് എന്തുകൊണ്ടാണ് ഈ ടീഷർട്ട് ഇട്ടതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറന്നുപോയി. അതായത് വരുൺ ചക്രവർത്തി പറഞ്ഞത്, ഞാൻ മറന്നുപോയി, ഇന്ന് ഹാഫ് സ്ലീവ് ആണ് ഇടേണ്ടിയിരുന്നത് എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല, ഞാൻ മറന്നുപോയി എന്നാണ്. ഉടനെ തന്നെ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് ഒരു കത്രിക എടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ ഫുൾ സ്ലീവ് കട്ട് ചെയ്ത് ഹാഫ് സ്ലീവ് ആക്കുകയും ചെയ്തു. അതൊരു വലിയ വിവാദമായിരുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ അത് അനുസരിക്കാനായിട്ട് താരങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ മാനേജ്മെന്റിന്റെ വലിയ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ചന്ദ്രകാന്ത് പണ്ഡിറ്റിനെതിരെ വലിയ ആക്ഷൻസ് ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം ഇപ്പോഴും കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ കോച്ചായിട്ട് തുടരുകയാണ്. ഏതായാലും ചന്ദ്രകാന്ത് പണ്ഡിറ്റിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ, കളിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മികച്ച താരമായിരുന്നു. 36ഓളം വൺ ഡേ ഇന്റർനാഷണൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനും ഏകദേശം 5 ടെസ്റ്റ് മാച്ചുകൾ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ വലിയ
നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ച ഒരു താരമാണ്. ഏകദേശം 8,000-ലധികം റൺസുകൾ മുംബൈക്ക് വേണ്ടിയും മധ്യപ്രദേശിന് വേണ്ടിയുമായിട്ടുമാണ് അദ്ദേഹം ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മധ്യപ്രദേശ് അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ് ഹോമാണ്. ഇനി അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയറിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഏറ്റവും മികച്ച ഇന്ത്യയിലെ കോച്ചുമാരിൽ ഒരാളാണ് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം 6 പ്രാവശ്യമാണ് രഞ്ജി ട്രോഫിയിൽ വിവിധ ടീമുകളെ അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളെ കിരീടം ചൂടിപ്പിച്ചിരിക്കുന്നത്. അത് 3 പ്രാവശ്യം മുംബൈയുടെ കൂടെയാണ്. ഈ 3 പ്രാവശ്യം മുംബൈയുടെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 3 പ്രാവശ്യം അദ്ദേഹം ഉള്ളപ്പോൾ മുംബൈ കിരീടം ചൂടി എന്ന് പറയുമ്പോൾ മുംബൈ ഒരു വലിയ ടീമാണ്. ഏകദേശം 40-42 പ്രാവശ്യം രഞ്ജി ട്രോഫിയിൽ അവർ കിരീടം ചൂടിയിട്ടുണ്ട്. അപ്പൊ മുംബൈ കിരീടം ചൂടി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായി കണക്കാക്കേണ്ടതില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിന്റെ ക്രിക്കറ്റ് ഓപ്പറേഷൻസിന്റെ ഡയറക്ടറായിട്ടോ അങ്ങനെ എന്തൊരു പോസ്റ്റിൽ കേരളത്തിൽ 2 വർഷം അദ്ദേഹം ഉണ്ടായിരുന്നു. 2 വർഷം കേരളത്തിലിരുന്നാണ് കേരള ടീമിനെ നല്ല രീതിയിലൊരു നല്ലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള ടീമായിട്ട് മാറ്റിയെടുക്കാനൊക്കെ ആ കാലഘട്ടത്തിൽ ചന്ദ്രകാന്ത് പണ്ഡിറ്റിന് കഴിഞ്ഞിരുന്നു. വീണ്ടും മുംബൈയിലേക്ക് പോവുകയും മുംബൈയുടെ കോച്ച് ആവുകയും 2015-16 സീസണിലാണെന്ന് തോന്നുന്നു മുംബൈ കിരീടം ചൂടുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ നേട്ടങ്ങൾ എന്ന് പറയുന്നത് 3 രഞ്ജി ട്രോഫി കിരീടങ്ങൾ മുംബൈക്ക് നേടിയതിനൊപ്പം തന്നെ പിന്നീടുള്ള 3 കിരീടങ്ങൾ എന്ന് പറയുന്നത് താരതമ്യേന ദുർബലരായിട്ട് ടീമുകളെയാണ് അദ്ദേഹം വിജയിപ്പിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കണക്കാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് വിദർഭയ്ക്ക് ഒപ്പമായിരുന്നു. വിദർഭയുടെ കൂടെ അദ്ദേഹം 2-3 സീസണുകൾ ഉണ്ടായിരുന്നു. ആ 2 സീസണുകളിൽ വിദർഭയെ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരാക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. 2017, 18, 19 സീസൺ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ 2 സീസണുകളിലും വിദർഭ ചാമ്പ്യന്മാരായിരുന്നു രഞ്ജി ട്രോഫിയിൽ. ഒരിക്കൽ പോലും രഞ്ജി ട്രോഫിയിൽ കിരീടം നേടാൻ സാധിക്കാത്ത ഒരു ടീമിനെ വിജയിപ്പിക്കാനായിട്ട് ചന്ദ്രകാന്ത് പണ്ഡിറ്റിന് സാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് അതിനുശേഷം ഒരു വർഷം മധ്യപ്രദേശിന്റെ കോച്ചായിട്ട് 2020-21 തോന്നുന്നു അദ്ദേഹം മധ്യപ്രദേശിനെയും ചരിത്രത്തിൽ ആദ്യമായിട്ട് ചാമ്പ്യന്മാരാക്കി. മധ്യപ്രദേശ് ഇതിനു മുമ്പ് ചാമ്പ്യന്മാരായിട്ടുണ്ട്. പക്ഷെ അന്ന് മധ്യപ്രദേശ് എന്നുള്ള പേരിലായിരുന്നില്ല. അന്ന് ഈ രാജവംശങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ, അതായത് സംസ്ഥാനങ്ങളൊക്കെ നിലവിൽ വരുന്നതിന് മുന്നേ ആയിരുന്നു. അന്ന് ഹോൾക്കർ എന്ന് പറയുന്ന ഒരു രാജ്യമായിരുന്നു മധ്യപ്രദേശിന്റെ മേജറായിട്ടുള്ള ഒരു ഭാഗങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഹോൾക്കർ എന്ന് പറയുന്ന ടീം അന്ന് കളിക്കുകയും അവർ ചാമ്പ്യൻഷിപ്പ് നേടുകയും ചെയ്തിട്ടുണ്ട്. 4 പ്രാവശ്യം ഹോൾക്കർ രഞ്ജി ട്രോഫിയിൽ ചാമ്പ്യന്മാരായിട്ടുണ്ട്. പിന്നീട് അതാണ് മധ്യപ്രദേശായിട്ട് മാറിയത്. ആ മധ്യപ്രദേശ് ആയതിനു ശേഷം അവർ ആദ്യമായിട്ട് ചാമ്പ്യൻഷിപ്പ് നേടുന്നത് ഇദ്ദേഹത്തിന്റെ കോച്ചിങ് പാടവത്തിലാണ്. അതിനു മുമ്പ് 98-99 സീസണിൽ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് മധ്യപ്രദേശിന് വേണ്ടി കളിക്കുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഫൈനലിലെത്താൻ സാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കർണാടകയുമായിട്ട് പരാജയപ്പെടാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. ഏതായാലും ചന്ദ്രകാന്ത് പണ്ഡിറ്റിന്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഒരു പട്ടാള ചിട്ടയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആളുമാണ് ചന്ദ്രകാന്ത് പണ്ഡിറ്റ്. അതിൽ യാതൊരു സംശയവുമില്ല. അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ക്രിക്കറ്റിൽ വിജയിക്കാൻ സാധിക്കൂ. കാരണം കോടിക്കണക്കിന് കുട്ടികളാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളാണ് അദ്ദേഹം എപ്പോഴും യൂസ് ചെയ്യുന്നത്. വളരെ ഡിസിപ്ലിനോടുകൂടി വളരെ ഹാർഡ് വർക്കിങ്ങോടുകൂടി ക്രിക്കറ്റ് കളിക്കാനാണ് കുട്ടികളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാറ്. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ആദിത്യ ശ്രീവാസ്തവ ഒരിക്കൽ പറയുകയുണ്ടായി, എനിക്ക് കല്യാണം കഴിക്കേണ്ട ഒരു സമയമായപ്പോൾ, എനിക്ക് വീട്ടുകാർ കല്യാണമൊക്കെ ആലോചിച്ച് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് സാറിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു എപ്പോഴാണ് കല്യാണം കഴിക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് പറഞ്ഞത്, കളിയില്ലാത്ത ഏത് സമയത്ത് വേണമെങ്കിലും നിനക്ക് കല്യാണം കഴിക്കാം, പക്ഷേ 2 ദിവസം മാത്രമേ ഞാൻ ലീവ് തരികയുള്ളൂ കല്യാണം കഴിക്കാൻ, അത് കഴിഞ്ഞാൽ തിരിച്ച് ക്യാമ്പിലേക്ക് എത്തിക്കൊള്ളണം എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെയുള്ള പട്ടാള ചിട്ടകൾ, രാത്രി 1 മണിക്ക് ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടുകളിൽ അദ്ദേഹം ടീമിനെ പ്രാക്ടീസ് ചെയ്യുക, അവരുടെ കമ്മിറ്റ്മെന്റ് തിരിച്ചറിയാൻ വേണ്ടിയുള്ള പ്രാക്ടീസ് സെഷനുകൾ, ഇങ്ങനെയുള്ള പല ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡുകളാണ് അദ്ദേഹം യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ നമ്മൾ ക്രിക്കറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു ടീം ഗെയിമാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിൽ വലിയ വിജയങ്ങൾ നേടണമെങ്കിൽ നമ്മളൊരു ടീമിന്റെ കൂടെ ഒപ്പം നിന്നാൽ മാത്രമേ. ചിലപ്പോഴൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഒരാൾ മതി ഒരു ടീമിനെ ഇല്ലാതാക്കാനായിട്ട്. അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റ രീതി, അത് മതി ഒരു ടീമിനെ ഇല്ലാതാക്കാൻ. അപ്പൊ ഇതൊരു ടീം ഗെയിമാണ്. അപ്പൊ ഈ ടീം ഗെയിമിൽ എല്ലാവരുടെയും ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പലരും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും, പക്ഷെ നമ്മളെപ്പോഴും ഒരു ടീമിന്റെ കൂടെ കളിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അത് എല്ലാ പ്ലേയേഴ്സും തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു കോച്ചിനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ കൈകളിലാണ് എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ അടുത്ത് രാവിലെ 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ 8 മണിക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇന്ന് ഹാഫ് സ്ലീവ് ടീഷർട്ട് ഇട്ട് വരാൻ പറഞ്ഞാൽ ഹാഫ് സ്ലീവ് ടീഷർട്ട് ഇട്ട് വന്നിരിക്കണം. ഇന്ന് വൈറ്റ്സിലാണ് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റ്സ് ഇട്ട് വന്നിരിക്കണം. ഇന്ന് കളർ ഡ്രസ്സിലാണ് കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കളർ ഡ്രസ്സ് ഇട്ട് വന്നിരിക്കണം. അങ്ങനെ പറയുന്നത് അനുസരിക്കാൻ പറ്റുന്ന താരങ്ങളാണ് എപ്പോഴും വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ളത്. എന്തായാലും എൻ്റെ ഒരു മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ചന്ദ്രകാന്ത് പണ്ഡിറ്റിനെ പോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചിന്റെ കൂടെയാണ്. ഏതായാലും ചന്ദ്രകാന്ത് പണ്ഡിറ്റിന് വലിയ വിജയങ്ങൾ നേരുന്നു. കൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് വീണ്ടും ഈ വർഷം ചാമ്പ്യന്മാരാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.